ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്കായിട്ട് സ്കൂളിലേക്കും കൊടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് മുൻപ് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും യൂസ് ആക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു അര സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും ഞാൻ കോൺഫ്ലവറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ സാധാ പാക്കറ്റ് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാല് ചേർക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ വീണ്ടും കൂടി കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ തന്നാൽ തന്നെ ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കും തോറും അത് മെൽറ്റായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ഫ്ലേവറിനും ഒരു നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒറിഗാനോ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മക്രോണി ചുടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇനി അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാസ്ത വന്നിട്ട് നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്പൈസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ മക്രോണിയൊക്കെ ഒന്ന് വാങ്ങുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലാതെ തന്നെ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ടില്ലേ ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറാണെന്ന്. ഇനി ഇതിലേക്ക് ഞാനൊരു ചീസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചീസൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് എന്താണെങ്കിലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.